എടോ ഒരേ കോളേജിൽ പഠിക്കുന്നവരാരെങ്കിലും ഏട്ടാ കോട്ടെന്നൊക്കെ വിളിക്കുവോ? എടോ തനിക്കൊന്നും ഒരു കോമൺ സെൻസ് ഇല്ലടോ, ഒരു ബോധമല്ലേ? അതെ, തന്നെക്കാൾ 2-3 വയസ്സ് കൂടുതലുള്ള എന്നെ വരെ താൻ ഇതൊരു ഏട്ടാന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അല്ല തനിക്കെന്താ എന്നെ മഹിയേട്ടാന്ന് വിളിച്ചാ? അയ്യേ, മഹിയേട്ടാന്ന് വിളിക്കാൻ പറ്റിയ ഒരു ചളുക്ക്. ഡ്രൈവറുടെ പൂതിയുള്ള അങ്ങോട്ട് മാറി നിൽക്കടോ. ഒരവസരം കിട്ടിയോ തൊട്ടൊരുമി നിന്നോളൂ. എന്തായാലും താൻ വന്നത് കാര്യമായി. ഇനി കാണുമ്പോ ആളിനെ നിശാന്ത് ഏട്ടാന്ന് വിളിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി കിട്ടി. നിശാന്ത് എന്ന് വിളിക്കാം, അതായിരിക്കും നല്ലത്. അതാവുമ്പോ തുടർന്നങ്ങോട്ട് വിളിക്കാനും ഒരു സുഖമുണ്ട്. ആളിനും അത് തന്നെയായിരിക്കും ഇഷ്ടം. നിശാന്ത് ഏട്ടന്നൊക്കെ വിളിക്കുമ്പോ ഒരു പ്രായം കൂടുതൽ പോലെ. ഈ കോട്ടൂരി തന്ന് എന്റെ മാനം കാത്ത നിശാന്തിനെ ഈ ചിഹ്നം എന്നും മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെക്കും. ഈശ്വര, ഇതിനെ കോളേജിൽ വിടണ്ടായിരുന്നു. കൈവിട്ടു പോവോ? താൻ എന്തായി ആലോചിക്കുന്നേ? മതി, അവളുടെ ഒരു കോട്ട്. ഇതെന്റെ നിശാന്തിന്റെയാ. കളിക്കരുത്, വിടും. അത് ചുളുങ്ങും. പിന്നെ ഇത് കോഹിനൂർ രത്നല്ലേ, ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേ. എനിക്കിത് കോഹിനൂർ രത്നത്തിനെക്കാളും വലുതാ. ഉപകാരത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇന്നലെ കണ്ട ഏതൊരു ഫ്രോഡ് ഒരുത്തം ചെയ്തെന്ന ഉപകാരങ്ങളൊക്കെ ഓർമ്മയുണ്ട്. രാവും പകലും ഇല്ലാതെ കൂടെ നടന്ന് ഞാൻ ചെയ്തതൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരച്ച വര പോലെയായില്ലേ. ആശുപത്രിയിൽ കൂടെ വന്നതും കോട്ടിട്ട് കോടതിയിൽ വാദിച്ചൊക്കെ വെറുതെ ആയില്ലേ. ഞാനില്ലെങ്കിൽ താനിപ്പോ കോളേജിൽ പോവായിരുന്നോ? അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാ, പുതിയതൊന്നിനെ കാണുന്നത് വരെയുള്ളൂ പഴയതിന്റെ ആയുസ്. അയ്യേ, താൻ എന്താണോ ഇങ്ങനെ? ഒരു ഉപകാരം ചെയ്താൽ അത് വിളിച്ചു പറയുന്നത് ഊളത്തരമല്ലേ? കഷ്ടം. തന്നോട് സംസാരിച്ചോണ്ടിരുന്ന വെറുതെ സമയം പോവും. ഞാൻ പോയി ചന്ദ്രാമ്മയെ ഒന്ന് സഹായിച്ചിട്ട് കോളേജിൽ പോട്ടെ. എന്താണെന്ന് അറിയാൻ പാടില്ല, ഇപ്പൊ കോളേജിൽ പോവാൻ വല്ലാത്തൊരിഷ്ടം. തൊട്ടൊരുമിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി, എന്നാലും എന്നാലും നിന്റേതല്ലേ. തൊട്ടൊരുമിരിക്കാൻ ഹലോ സാറേ, ആ ഗസ്റ്റ് ലെക്ചറുടെ വേക്കൻസിക്ക് ആളെടുത്തായിരുന്നോ ലോ അക്കാഡമിയില്? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാ കാര്യം. അല്ല, ഇപ്പൊ എനിക്ക് താല്പര്യമുണ്ട്. സാർ എന്തായാലും ഒന്ന് സംസാരിച്ചിട്ട് വിളിക്കേ. ശരി, ഓക്കെ. ഇനി ഇതേ ഉള്ളൊരു മാർഗം അവരെ തമ്മിൽ തെറ്റിക്കാൻ. നിന്റെ പ്രേമം ഞാൻ ശരിയാക്കി തരാം.